എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ചാപ്റ്റർ NCERT ടെക്സ്റ്റ് ക്ലാസ് 7-ലെ സയൻസിലെ 5-ാമത്തെ ചാപ്റ്റർ ആയിരുന്നു. അതിൻ്റെ കുറച്ച് ഭാഗം നമ്മൾ ഡിസ്കസ് ചെയ്തു. എന്താണ് ആസിഡ്, എന്താണ് ബേസസ്, ദെൻ നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സിൽ നമ്മൾ ലിറ്റ്മസ് എന്താണെന്നും പറഞ്ഞു നിർത്തി. അതിൻ്റെ ബാക്കിയാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത്. നമുക്ക് ആരംഭിക്കാം. നമ്മൾ രണ്ടാമത് പറഞ്ഞ നാച്ചുറൽ ഇൻഡിക്കേറ്റർ ആണ് ടർമറിക്. To use turmeric as an indicator, it is generally mixed with water to form a paste which is then put on blotting paper and dried to form thin strips of turmeric paper. അപ്പോൾ ടർമറിക് ഒരു ഇൻഡിക്കേറ്റർ ആയിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതാദ്യം വാട്ടറായിട്ട് മിക്സ് ചെയ്തിട്ട് എന്താക്കി മാറ്റുന്നു, ഒരു പേസ്റ്റ് ഫോമിലേക്കാക്കി മാറ്റുന്നു. പിന്നീട് നമ്മളൊരു ബ്ലോട്ടിംഗ് പേപ്പർ എടുത്ത് ഈ പേസ്റ്റ് അതിലേക്ക് തേച്ച് പിടിപ്പിക്കുന്നു. പിന്നീട് അത് ഉണക്കിയെടുക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് ലഭിക്കും? ഈ ടർമറിക് പേപ്പർ തിൻ സ്ട്രിപ്സ് ആയിട്ട് ലഭിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ടർമറിക് എടുത്തു കഴിഞ്ഞ് വാട്ടറായിട്ട് മിക്സ് ചെയ്യുന്നു. ദെൻ ആ മിക്സ് ചെയ്തത് ഒരു ബ്ലോട്ടിംഗ് പേപ്പറിൽ തേച്ച് പിടിപ്പിക്കുന്നു. ദെൻ ഉണക്കിയെടുക്കുന്നു. ദെൻ ഈ സ്ട്രിപ്സ് ആണ് നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്, ഈ പേപ്പർ സ്ട്രിപ്സ്. The turmeric paper is then put into the solutions in order to determine their acidity or alkaline nature. അതിനുശേഷം നമ്മൾ ഈ സ്ട്രിപ്സ് നമുക്ക് കിട്ടിയിരിക്കുന്ന സൊല്യൂഷനിലേക്ക് ഡിപ്പ് ചെയ്തിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത് ആസിഡ് ആണോ ബേസ് ആണോ, അതാണ് ആൽക്കലി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആസിഡ് ആണോ ബേസ് ആണോ എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. ദെൻ സംടൈംസ് ടർമറിക് സൊല്യൂഷൻ ഈസ് ഓൾസോ യൂസ്ഡ് ആസ് ആൻ ഇൻഡിക്കേറ്റർ. നമ്മളിപ്പോൾ പറഞ്ഞത് ടർമറിക് പേപ്പർ സ്ട്രിപ്പിനെ കുറിച്ചാണ്. ചില സമയത്ത് ചില കണ്ടീഷൻസിൽ ടർമറിക് സൊല്യൂഷനും എന്തായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, ഇൻഡിക്കേറ്ററായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. അടുത്തതായി നമ്മൾ മൂന്നാമതായിട്ട് പറഞ്ഞ നാച്ചുറൽ ഇൻഡിക്കേറ്റർ ആണ് ചൈന റോസ്. ഇപ്പോൾ ചൈന റോസിൻ്റെ പെറ്റൽസ് നമ്മൾ എടുക്കുന്നു, അത് ചൂടുള്ള വെള്ളത്തിൽ ഇട്ട് വയ്ക്കുന്നു. അപ്പോൾ ഈ ചൈനീസ് റോസിൻ്റെ പെറ്റൽസിൽ നിന്നുള്ള കളറ് ആ വെള്ളത്തിലേക്ക് മിക്സ് ആകുന്നു. അങ്ങനെ നമുക്കൊരു കളേർഡ് സൊല്യൂഷൻ കിട്ടുന്നു. ആ കളേർഡ് സൊല്യൂഷനാണ് എന്തായിട്ട് യൂസ് ചെയ്യുന്നത്, ഇൻഡിക്കേറ്ററായിട്ട് യൂസ് ചെയ്യുന്നത്. ഇവിടെ താഴെ ആ ഫിഗറിൽ കൊടുത്തിട്ടുണ്ട് 3 ടെസ്റ്റ് ട്യൂബുകൾ. അപ്പോൾ ആസിഡ് ആണെങ്കിൽ എന്ത് കളർ വരും, ഇനി ബേസ് ആണെങ്കിൽ എന്ത് കളർ വരും എന്ന് വ്യത്യാസം നിങ്ങൾക്ക് ആ ഫിഗറിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ ചൈനീസ് റോസ് പെറ്റൽസ് എടുക്കുന്നു, വാം വാട്ടറിൽ കുറച്ചു നേരം ചൂടുള്ള വെള്ളത്തിൽ ഇട്ട് വെക്കുന്നു. അപ്പോൾ നമുക്കൊരു കളേർഡ് സൊല്യൂഷൻ കിട്ടും. ആ റോസ് പെറ്റൽസിൽ നിന്നുള്ള കളേഴ്സ് ഈ വെള്ളത്തിലേക്ക് മിക്സ് ആകുന്നു. ഈ കളേർഡ് സൊല്യൂഷൻ ആണ് നമ്മൾ എന്തായിട്ട് ഉപയോഗിക്കുന്നത്, ഇൻഡിക്കേറ്റർ ആയിട്ട് ഉപയോഗിക്കുന്നത്. ആ ഇൻഡിക്കേറ്ററിൻ്റെ കളറ്, ആ ലഭിക്കുന്ന കളേർഡ് സൊല്യൂഷനാണ് നടുക്കുള്ള ടെസ്റ്റ് ട്യൂബിൽ കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ടെസ്റ്റ് ചെയ്യാനെടുത്തിരിക്കുന്ന സൊല്യൂഷൻ ആസിഡ് ആണെങ്കിൽ നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ കണ്ടില്ല ഡാർക്ക് ഗോൾഡൻ കളർ, അങ്ങനെയാണെങ്കിൽ ആസിഡ് ആണെങ്കിൽ ആ കളർ ലഭിക്കുകയും, ഇനി റൈറ്റ് സൈഡിലുള്ള ടെസ്റ്റ് ട്യൂബ് നോക്കിയേ ബേസ് ആണെങ്കിൽ ഒരു ലൈറ്റിഷ് ഗ്രീൻ കളർ ലഭിക്കുകയും ചെയ്യും. അപ്പോൾ നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്ന 3 വസ്തുക്കളാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ച ലിറ്റ്മസ്, അത് ലിച്ചനിൽ നിന്നാണ് ലഭിക്കുന്നത്. പിന്നെ ഇപ്പോൾ പറഞ്ഞു ടർമറിക്, ദെൻ ചൈന റോസ്. ഇവ 3ഉം നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് നാം ഉപയോഗിക്കുന്നു. ഇനി എന്താണ് ആസിഡ് റെയിൻ എന്ന് പഠിക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. വെൻ ദ റെയിൻ വാട്ടർ ഹാസ് ഇൻക്രീസ്ഡ് എമൗണ്ട് ഓഫ് ആസിഡ്സ് ഇൻ ഇറ്റ്, ഇറ്റ് ഈസ് കോൾഡ് ആസിഡ് റെയിൻ. സിമ്പിളാണ്. നമ്മൾ സാധാരണയായി മഴ പെയ്യുമ്പോൾ വരുന്ന മഴവെള്ളത്തിൽ ആസിഡിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ അവയെ നമ്മൾ എന്ത് വിളിക്കും, ആസിഡ് റെയിൻ എന്ന് വിളിക്കുന്നു. The acid rain is formed because of the presence of air pollutants such as nitrogen dioxide, carbon dioxide and sulfur dioxide. ഇനി ആസിഡ് റെയിനിന് കാരണമാകുന്നത് എയറിൽ പ്രസൻസ് ഉള്ള ചില പൊല്യൂട്ടൻസ് ആണ്, മലിനീകരണ വസ്തുക്കളാണ്. ഏതൊക്കെയാണവ? നൈട്രജൻ ഡയോക്സൈഡ്, കാർബൺ ഡയോക്സൈഡ്, സൾഫർ ഡയോക്സൈഡ്. ഇത്തരത്തിലുള്ള പൊല്യൂട്ടൻ്റ് ആയിട്ടുള്ള ഗ്യാസസിൻ്റെ പ്രസൻസ് മൂലമാണ് ആസിഡ് റെയിൻ ഉണ്ടാകുന്നത്. These pollutants mix with rainwater and form acids such as nitric acid, sulfuric acid and carbonic acid respectively. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ നൈട്രജൻ ഡയോക്സൈഡ് വാട്ടറായിട്ട് മിക്സ് ചെയ്ത് നൈട്രിക് ആസിഡും
കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടറായിട്ട് മിക്സ് ചെയ്ത് കാർബോണിക് ആസിഡും സൾഫർ ഡൈ ഓക്സൈഡ് വാട്ടറായിട്ട് മിക്സ് ചെയ്ത് സൾഫ്യൂരിക് ആസിഡും ഉണ്ടാകുന്നു. ഇത് താഴേക്ക് വീഴുന്നതാണ് ആസിഡ് റെയിൻ. അപ്പോൾ ഈ റെയിൻ വാട്ടർ നമ്മൾ പറഞ്ഞ നൈട്രജൻ ഡൈ ഓക്സൈഡായിട്ടും കാർബൺ ഡൈ ഓക്സൈഡായിട്ടും സൾഫർ ഡൈ ഓക്സൈഡായിട്ടും എവിടെയുള്ള എയറിലുള്ള മിക്സ് ആയി കഴിഞ്ഞതിന് ശേഷം അവ നൈട്രിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, കാർബോണിക് ആസിഡായി മാറ്റപ്പെടുന്നു. അവ താഴേക്ക് വീഴുന്നു. ഇതാണ് ആസിഡ് റെയിൻ എന്നറിയപ്പെടുന്നത്. ദ ആസിഡ് റെയിൻ ഇൻ സിവിയർലി അഫക്റ്റ് ദി വെജിറ്റേഷൻ, അനിമൽ ലൈഫ് ആൻഡ് ഈവൻ ബിൽഡിങ്സ് ഓഫ് ദ റീജിയൻ വേർ ഇറ്റ് ഫോൾസ്. ഈ ആസിഡ് റെയിൻ എന്ന് പറയുന്നത് സസ്യജന്തുജാലങ്ങൾക്ക് ദോഷകരമായി ബാധിക്കും. മാത്രമല്ല അവ വീഴുന്ന സ്ഥലത്തെ ബിൽഡിങ്ങുകളെയും ഇവ നശിപ്പിക്കും. അപ്പോൾ റെയിൻ വാട്ടർ ആസിഡ് മിക്സ് ആകുമ്പോഴാണ് അത് ആസിഡ് റെയിൻ ആകുന്നത്. ആസിഡ് റെയിനിന് കാരണമായ എയർ പൊല്യൂട്ടൻസ് ആണ് നൈട്രജൻ ഡൈ ഓക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ്, സൾഫർ ഡൈ ഓക്സൈഡ്. ഇവ റെയിൻ വാട്ടറുമായി മിക്സായി നൈട്രിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, കാർബോണിക് ആസിഡ് എന്നിവ ഉണ്ടാകുന്നു. ഇവ താഴേക്ക് വീഴുന്നു. ഇവ സസ്യജന്തുജാലങ്ങൾക്ക് ദോഷകരമായി ബാധിക്കുന്നു. ബിൽഡിങ്സിനെ നശിപ്പിക്കാനും ഇവയെ കൊണ്ട് സാധിക്കും. വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞ ആസിഡ് റെയിനിൻ്റെ ഒരു പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഫാക്ടറികളിൽ നിന്നാണ് പ്രധാനമായിട്ടും സൾഫർ ഡൈ ഓക്സൈഡും നൈട്രജൻ ഡൈ ഓക്സൈഡൊക്കെ പുറത്തേക്ക് വരുന്നത്. ദെൻ കാർബൺ ഡൈ ഓക്സൈഡ് നമുക്കറിയാം മനുഷ്യൻ ശ്വസിക്കുന്നതിൽ നിന്നും പിന്നെ വാഹനങ്ങളിൽ നിന്നും പുറന്തള്ളുന്നതൊക്കെ കാർബൺ ഡൈ ഓക്സൈഡാണ്. പിന്നെ സസ്യങ്ങളിൽ നിന്നും നൈട്രജൻ ഡൈ ഓക്സൈഡ് പുറന്തള്ളപ്പെടുന്നുണ്ട്. ഇങ്ങനെയാണ് അറ്റ്മോസ്ഫിയറിൽ ഈ സൾഫർ ഡൈ ഓക്സൈഡ്, നൈട്രജൻ ഡൈ ഓക്സൈഡ്, ഇതാണ് SO2, NO2, CO2, കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവ അറ്റ്മോസ്ഫിയറിൽ എത്തുന്നത്. ഇവയാണ് റെയിൻ വാട്ടറായിട്ട് മിക്സ് ചെയ്തിട്ട് ആസിഡായി മാറി ആസിഡ് റെയിൻ ഉണ്ടാകുന്നത്. വളരെയധികം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഈ പിക്ചർ കണ്ടതോടുകൂടെ. നമുക്ക് അടുത്ത പോർഷനിലേക്ക് പോവാം. എന്താണ് pH സ്കെയിൽ? The measure of acidity or basic nature of a substance can be determined by its pH value. അപ്പോൾ നമ്മൾ ആദ്യം ഈ ചാപ്റ്ററിൽ പഠിച്ചത് ആസിഡ് എന്താണ്, ബേസ് എന്താണെന്നാണ്. ഇനി സ്ട്രോങ് ആസിഡ് ഉണ്ട്, വീക്ക് ആസിഡ് ഉണ്ട്, സ്ട്രോങ് ബേസ് ഉണ്ട്, വീക്ക് ബേസ് ഉണ്ട്. അതായത് ശക്തി കൂടിയ, വീര്യം കൂടിയ ആസിഡുകളും വീര്യം കുറഞ്ഞ ആസിഡുകളും അതുപോലെ തന്നെ ബേസിലുമുണ്ട് വീര്യം കൂടിയ ബേസ്, വീര്യം കുറഞ്ഞ ബേസ്. അപ്പോൾ ഇതിൻ്റെ ഈ വീര്യം, നമ്മൾ ഗാഢത അല്ലെങ്കിൽ സ്ട്രോങ്, വീക്ക്നെസ് അറിയാൻ ഉപയോഗിക്കുന്ന ഒരു സ്കെയിലാണ് pH സ്കെയിൽ. അപ്പോൾ അതിൽ ഓരോ വാല്യൂസ് ഉണ്ട്. അതിനെയാണ് pH വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വാല്യൂവിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്ന സൊല്യൂഷൻ സ്ട്രോങ് ആണോ, വീക്ക് ആണോ, ആസിഡ് ആണോ, ബേസ് ആണോ എന്നൊക്കെ അറിയാൻ സാധിക്കുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. The pH value range from 1 to 14. നമ്മൾ pH വാല്യൂ, അപ്പോൾ ഒരു pH സ്കെയിലിലുള്ള വാല്യൂസ് 1 മുതൽ 14 വരെയാണ്. അതിൽ 1 being the most acidic substance. pH വാല്യൂ 1 ആണെങ്കിൽ അതാണ് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള അസിഡിക് സബ്സ്റ്റൻസ്. 14 ആണെങ്കിൽ അതാണ് ഏറ്റവും മോസ്റ്റ് ആയിട്ടുള്ള ബേസിക് സബ്സ്റ്റൻസ്. അപ്പോൾ മോസ്റ്റ് സ്ട്രോങ് ആയിട്ടുള്ള ബേസിക് സബ്സ്റ്റൻസ് വരണമെങ്കിൽ pH വാല്യൂ 14 ആണ്. മോസ്റ്റ് സ്ട്രോങ് ആയിട്ടുള്ള അസിഡിക് സബ്സ്റ്റൻസ് ആണെങ്കിൽ pH വാല്യൂ 1 ആയിരിക്കും. ഇതിൻ്റെ സെൻറ്ററിൽ വരുന്നതാണ് 7 എന്ന് പറയുന്ന pH വാല്യൂ. ഇത് ന്യൂട്രൽ സബ്സ്റ്റൻസ് ആയിരിക്കും. നമ്മൾ ന്യൂട്രൽ സബ്സ്റ്റൻസിന് എക്സാമ്പിൾ പറഞ്ഞു, ജലം. അപ്പോൾ പ്യുവർ വാട്ടർ എന്ന് പറയുന്നതിൻ്റെ pH വാല്യൂ എപ്പോഴും എത്രയായിരിക്കും? 7 ആയിരിക്കും. 7-ൽ കുറഞ്ഞു കഴിഞ്ഞാൽ അത് അസിഡിക് നേച്ചറും 7-ൽ കൂടിക്കഴിഞ്ഞാൽ അത് ബേസിക് നേച്ചറുമായിരിക്കും. ഇനി 1 ആണെങ്കിൽ സ്ട്രോങ് ആസിഡും 14 ആണെങ്കിൽ സ്ട്രോങ് ബേസും ആയിരിക്കും. The pH value is generally determined by using pH strips or solutions. ഇനി pH വാല്യൂ നമ്മൾ എങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്? pH സ്ട്രിപ്സ്, സൊല്യൂഷൻസ് നമുക്ക് വാങ്ങാൻ കിട്ടും. അപ്പോൾ ഒരു pH സ്കെയിൽ, അതിൻ്റെ ഫിഗർ ഞാൻ അടുത്ത സ്ലൈഡിൽ കാണിച്ചു തരാം. അത് വെച്ചിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന സൊല്യൂഷൻ്റെ pH വാല്യൂ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതാണ് ആ pH സ്ട്രിപ്പ് എന്ന് പറയുന്നത്. നമുക്ക് വാങ്ങാനൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു 7 താഴേക്ക് വരുന്നത് കണ്ടില്ലേ, 0 മുതൽ 6 വരെ കൊടുത്തിരിക്കുന്നതിൻ്റെ നേച്ചർ എന്ന് പറയുന്നത് അസിഡിക് നേച്ചർ ആണ്. ദെൻ 8 മുതൽ 14 വരെ ആൽക്കലൈൻ നേച്ചർ ആണ് അല്ലെങ്കിൽ ബേസിക് നേച്ചർ ആണ്. 7 എന്ന് പറയുന്നത് ന്യൂട്രൽ ആണ്. അതിന് വ്യത്യസ്തമായ കളറുകൾ കൊണ്ടിട്ടാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ മുകളിൽ ഓരോന്നിനും കൊടുത്തിട്ടുണ്ട് ഓരോന്നിൻ്റെയും pH വാല്യൂ. ഗ്യാസ്ട്രിക് ആസിഡ്, ലെമൺ ജ്യൂസ്, ഓറഞ്ച് ജ്യൂസ്, ടൊമാറ്റോ ജ്യൂസ്, ബ്ലാക്ക് കോഫി, മിൽക്ക്, ഇത്രയും സാധനങ്ങൾ അസിഡിക് നേച്ചർ കാണിക്കുന്നു. 7-ൽ വരുന്നതാണ് ഡിസ്റ്റിൽഡ് വാട്ടർ, പ്യുവർ വാട്ടർ. അതിൻ്റെ
pH വാല്യൂ എന്ന് പറയുന്നത് 7 ആണ്, അതായത് ന്യൂട്രൽ ആണ്, അത് അസിഡിക്കുമല്ല ബേസിക്കുമല്ല. ദെൻ ബേസിക് നേച്ചർ ഉള്ള വസ്തുക്കൾ ഏതൊക്കെയാണ്? ബേക്കിംഗ് സോഡ, ഹാൻഡ് മെയ്ഡ് സോപ്പ്, അമോണിയ, ബ്ലീച്ച്, സോഡിയം ഹൈഡ്രോക്സൈഡ്. അപ്പോൾ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ബേസിക് സബ്സ്റ്റൻസിന് എക്സാമ്പിൾ ആണ് ഇത് സോഡിയം ഹൈഡ്രോക്സൈഡ്. അപ്പോൾ ഇതാണ് pH സ്കെയിലിൻ്റെ ഒരു എക്സാമ്പിൾ. വിവിധ കളറുകൾ കൊണ്ട് ഇവയെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. 0 മുതൽ 6 വരെ അസിഡിക് നേച്ചറുള്ള വസ്തുക്കളെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. 8 മുതൽ 14 വരെ ആൽക്കലൈൻ നേച്ചർ അല്ലെങ്കിൽ ബേസിക് നേച്ചർ ആയിരിക്കും. 7 ആണെങ്കിൽ pH വാല്യൂ അത് ന്യൂട്രൽ സബ്സ്റ്റൻസ് ആയിരിക്കും. ഡിസ്റ്റിൽഡ് വാട്ടർ ന്യൂട്രൽ സബ്സ്റ്റൻസിന് എക്സാമ്പിൾ ആണ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു ടോപ്പിക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ? Neutralization is a process or a chemical reaction in which an acidic and basic substance is mixed with each other in order to neutralize their acidic and alkaline nature. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ച ആസിഡിനെയും ബേസിനെയും തമ്മിൽ കെമിക്കൽ റിയാക്ഷൻ നടത്തി കഴിഞ്ഞാൽ അവ തമ്മിൽ മിക്സ് ആവുകയും അവ തമ്മിൽ ന്യൂട്രലൈസ് ആവുകയും അതിൻ്റെ അസിഡിക് സ്വഭാവവും ബേസിക് നേച്ചറും അല്ലെങ്കിൽ ആൽക്കലൈൻ സ്വഭാവവും നഷ്ടമാവുകയും ചെയ്യുന്ന റിയാക്ഷനെ പറയുന്നതാണ് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ. അപ്പോൾ ഒരു ആസിഡും ആൽക്കലി അല്ലെങ്കിൽ ബേസും തമ്മിൽ റിയാക്ഷൻ നടന്ന് അവയുടെ അസിഡിറ്റി അല്ലെങ്കിൽ ബേസിസിറ്റി ന്യൂട്രലൈസ് ആകുന്ന റിയാക്ഷനാണ് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ. ദ പ്രൊഡക്റ്റ് ദാറ്റ് ഈസ് ഫോംഡ് ആഫ്റ്റർ ദി ന്യൂട്രലൈസേഷൻ പ്രോസസ് ഈസ് കോൾഡ് എ സോൾട്ട്. അപ്പോൾ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന പ്രൊഡക്റ്റിനെ അറിയപ്പെടുന്ന പേരാണ് സോൾട്ട്. അപ്പോൾ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ആസിഡും ആൽക്കലിയും അല്ലെങ്കിൽ ആസിഡും ബേസും തമ്മിൽ റിയാക്ട് ചെയ്ത് ഒരു സോൾട്ട് ഫോം ചെയ്യുന്ന പ്രോസസ്സാണ് ന്യൂട്രലൈസേഷൻ പ്രോസസ് അല്ലെങ്കിൽ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ. ദ സോൾട്ട് ക്യാൻ ഹാവ് ബേസിക്, അസിഡിക് ഓർ ന്യൂട്രൽ നേച്ചർ. ഇനി ഇങ്ങനെ ഉണ്ടാകുന്ന സോൾട്ടിന് ഒന്നല്ലെങ്കിൽ ബേസിക് നേച്ചർ ആയിരിക്കും, അല്ലെങ്കിൽ അസിഡിക് നേച്ചർ ആയിരിക്കും, അല്ലെങ്കിൽ ന്യൂട്രൽ നേച്ചർ ആയിരിക്കും. ദ ന്യൂട്രലൈസേഷൻ പ്രോസസ് റിസൾട്ട് ഇൻ ദ ജനറേഷൻ ഓഫ് ഹീറ്റ് വിച്ച് റൈസസ് ദ ടെമ്പറേച്ചർ ഓഫ് റിയാക്ടിംഗ് മിക്സ്ചർ. ഇനി ഇത്തരത്തിൽ ഉണ്ടാകുന്ന ആസിഡ് പ്ലസ് ബേസ് റിയാക്ഷൻസ്, ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ ഒരുപാട് ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അതൊരു എക്സോതെർമിക് ഹീറ്റ് പുറത്തേക്ക് വിടുന്ന റിയാക്ഷന് എക്സാമ്പിളാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു ടെസ്റ്റ് ട്യൂബിലാണ് ഈ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ ചെയ്യുന്നതുണ്ടെങ്കിൽ അത് വളരെയധികം ഹീറ്റ് ആകാനുള്ള സാധ്യതയുണ്ട്. ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്ന റിയാക്ഷനാണ് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ. അപ്പോൾ എന്താണ് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ? ഒരു ആസിഡും ബേസും തമ്മിൽ റിയാക്ട് ചെയ്ത് അതിൻ്റെ അസിഡിറ്റി അല്ലെങ്കിൽ ബേസിസിറ്റി സ്വഭാവം നഷ്ടമാകുന്ന റിയാക്ഷനാണ് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ. ഇതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്നതൊരു സോൾട്ടാണ്. ആ സോൾട്ട് ഐദർ ബേസിക് ഓർ അസിഡിക് ഓർ ന്യൂട്രൽ, ഏത് സ്വഭാവമുള്ളതും ആകാം. ദെൻ ഈ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്ന ഒരു റിയാക്ഷൻ ആണ്. വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. A synthetic indicator often used for testing neutralization reaction is phenolphthalein solution. ഇനി ഒരു ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ നടക്കുമ്പോൾ നാം ഒരു സിന്തറ്റിക് ഇൻഡിക്കേറ്റർ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് ഫിനോഫ്തലീൻ സൊല്യൂഷൻ. ഫിനോഫ്തലീൻ സൊല്യൂഷൻ്റെ കളർ എന്താണ്? ഇറ്റ് ഈസ് പിങ്ക് ഇൻ കളർ. അപ്പോൾ അതൊരു സിന്തറ്റിക് ഇൻഡിക്കേറ്റർ ആണ്. എന്താണ് സിന്തറ്റിക് ഇൻഡിക്കേറ്റർ? മാൻമെയ്ഡ് ആയിട്ടുള്ള ഇൻഡിക്കേറ്റർ. നമ്മൾ നേരത്തെ പഠിച്ചു നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സ് ഏതൊക്കെയാണെന്നാണ്. അപ്പോൾ ഈ ഫിനോഫ്തലീൻ സൊല്യൂഷൻ എന്ന് പറയുന്നത് സിന്തറ്റിക് ഇൻഡിക്കേറ്റർ ആണ്. അതിന് എന്ത് കളറാണ്? പിങ്ക് കളറാണ്. When an acid is added to phenolphthalein solution, the solution turns colorless, indicating the presence of an acid. ഇനി ഈ പറഞ്ഞ ഫിനോഫ്തലീൻ സൊല്യൂഷൻ നമ്മൾ ഒരു ആസിഡിലേക്കാണ് ആഡ് ചെയ്യുന്നതുണ്ടെങ്കിൽ ആ സൊല്യൂഷൻ എന്തായി മാറുന്നു? കളർലെസ് ആയി മാറുന്നു. അപ്പോൾ ഫിനോഫ്തലീൻ സൊല്യൂഷൻ്റെ കളർ എന്തായിരുന്നു? പിങ്ക് കളറാണ്. ഇനി നമ്മളതൊരു ആസിഡിലേക്കാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ അതെന്തായി മാറുന്നു? കളർലെസ് ആയി മാറുന്നു. കളർ ഇല്ലാത്ത ഒരു സൊല്യൂഷൻ ആയി മാറുന്നു. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? നാം എടുത്തിരിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് റിയാക്ഷൻ ഫലമായി ലഭിച്ച വസ്തു ആസിഡ് ആണെന്ന് മനസ്സിലാക്കാം. ഇനി when a base is added to phenolphthalein solution, ഇനി ഫിനോഫ്തലീൻ സൊല്യൂഷൻ ഒരു ബേസ് ആയിട്ടാണ് മിക്സ് ചെയ്യുന്നതെങ്കിൽ the solution retain its pink color.
സൊല്യൂഷൻ്റെ കളർ ഓൾറെഡി എന്തായിരുന്നു, പിങ്ക് ആയിരുന്നു. ആ പിങ്ക് കളർ തന്നെ റീറ്റെയിൻ ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം, അതൊരു ബേസ് ആണ്. റിയാക്ഷൻ ഫലമായി ഉണ്ടായ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു ബേസ് ആണ്. അപ്പോൾ ആസിഡ് ആണെങ്കിൽ പിങ്ക് കളറുള്ള ഫിനോഫ്തലീൻ സൊല്യൂഷൻ കളർലെസ് ആയി മാറുന്നു. ബേസ് ആണെങ്കിൽ പിങ്ക് കളറുള്ള ഫിനോഫ്തലീൻ സൊല്യൂഷൻ ആ പിങ്ക് കളറിൽ തന്നെ നിലനിൽക്കുന്നു. ഈ ഫിനോഫ്തലീൻ സൊല്യൂഷൻ ഒരു സിന്തറ്റിക് ഇൻഡിക്കേറ്ററിന് എക്സാമ്പിൾ ആണ്. വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ്റെ ഒരു പിക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് കണ്ടോ, ആസിഡ് പ്ലസ് ബേസ് എന്തുണ്ടാകുന്നു, സോൾട്ട് ഉണ്ടാകുന്നു. സോൾട്ടിൻ്റെ കൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ജലം കൂടെ, വാട്ടർ കൂടെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ആസിഡ് പ്ലസ് ബേസ് ഗീവ്സ് H2O പ്ലസ് സോൾട്ട്. ഇതാണ് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ്റെ കെമിക്കൽ റിയാക്ഷൻ. ഇനി ആസിഡ്, നമ്മൾ അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആസിഡ് HCl ഹൈഡ്രോക്ലോറിക് ആസിഡ്, ബേസ് NaOH സോഡിയം ഹൈഡ്രോക്സൈഡ്. ഇത് തമ്മിൽ റിയാക്ട് ചെയ്ത് വാട്ടറും സോൾട്ടായ സോഡിയം ക്ലോറൈഡ്, നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്ന ഉപ്പ്, അതാണ് സോഡിയം ക്ലോറൈഡ്, സോഡിയം ക്ലോറൈഡും ഉണ്ടാകുന്നു. ഇതൊരു ന്യൂട്രലൈസേഷൻ റിയാക്ഷന് എക്സാമ്പിൾ ആണ്. ഇനി ഇപ്പുറത്ത് കൊടുത്തിരിക്കുന്ന ആ ഫിഗർ കണ്ടോ, അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാമെന്നുള്ളത്. ബേസ് ആണെങ്കിൽ എന്താകുന്നു, ആ പിങ്ക് കളർ റീറ്റെയിൻ ചെയ്യുന്നു. ആസിഡ് ആണ് ഉണ്ടാകുന്നതെങ്കിൽ ആ പിങ്ക് കളർ എന്തായി മാറുന്നു, കളർലെസ് ആയി മാറുന്നു. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ ഇൻ എവറിഡേ ലൈഫ്, നമ്മുടെ നിത്യജീവിതത്തിൽ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ നമുക്ക് ഉപകാരപ്പെടുന്ന സന്ദർഭങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേതാണ് ഇൻഡൈജഷൻ. എന്താണെന്ന് പഠിക്കാം. We know that our stomach produces hydrochloric acid which helps in the digestion of food. നമുക്കറിയാം നമ്മുടെ വയറിൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്, ഹൈഡ്രോക്ലോറിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് നമ്മുടെ ഫുഡിൻ്റെ ഡൈജഷന് ഹെൽപ്പ് ചെയ്യുന്നു. ബട്ട് സംടൈംസ് ദ സ്റ്റൊമക്ക് റിലീസ് ടു മച്ച് ഓഫ് ആസിഡ് വിച്ച് ലീഡ്സ് ടു ഇൻഡൈജഷൻ ഓർ സംടൈംസ് ഹൈപ്പർ ആസിഡിറ്റി. എന്നാൽ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആസിഡിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ അത് ഇൻഡൈജഷനും ഹൈപ്പർ ആസിഡിറ്റിക്കും കാരണമാകുന്നു. ആസിഡിറ്റി വരാനുള്ള സാധ്യത കൂടുതലാണ്, ദെൻ ഇൻഡൈജഷനുള്ള സാധ്യതയും കൂടുതലാണ്. Hence we need to neutralize this acid by taking substances that are basic in nature, commonly known as antacids. അപ്പോൾ വയറിൽ ആസിഡിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ അത് നമുക്ക് എന്ത് ചെയ്യണം, ന്യൂട്രലൈസ് ചെയ്യണം. അപ്പോൾ ന്യൂട്രലൈസ് ചെയ്യണമെങ്കിൽ എന്താണ് ആഡ് ചെയ്യേണ്ടത്, ബേസിക് സബ്സ്റ്റൻസ് ആണ് ആഡ് ചെയ്യേണ്ടത്. ഈ ബേസിക് സബ്സ്റ്റൻസിനെയാണ് നമ്മൾ ആൻറ്റാസിഡ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, മിൽക്ക് ഓഫ് മഗ്നീഷ്യ ഇസ് എ ബേസിക് സബ്സ്റ്റൻസ് ദാറ്റ് ക്യാൻ ന്യൂട്രലൈസ് ദ ആസിഡ് ഓഫ് ദ സ്റ്റൊമക്ക്. വയറിൽ സ്റ്റൊമക്കിൽ ആസിഡിൻ്റെ അളവ്, ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ അത് ന്യൂട്രലൈസ് ചെയ്യാൻ നമ്മൾ ആഡ് ചെയ്യുന്ന ഒരു ബേസിക് സബ്സ്റ്റൻസ് ആണ് മിൽക്ക് ഓഫ് മഗ്നീഷ്യ. നമ്മൾക്ക് ധാരാളം ആൻറ്റാസിഡ്സ് മെഡിക്കൽ ഷോപ്പുകളിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ആൻറ്റാസിഡിലെ മെയിൻ ഘടകമാണ് മിൽക്ക് ഓഫ് മഗ്നീഷ്യ. വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തേതാണ് ആൻഡ് ബൈറ്റ്. ഉറുമ്പ് നമ്മളെ കടിച്ചാൽ എന്താണ് സംഭവിക്കുന്നത്? The irritation of the skin due to ant bite is caused because of the presence of formic acid that the ant injects in the skin while biting. നമ്മൾ ഉറുമ്പ് കടിച്ചു കഴിഞ്ഞാൽ വളരെയധികം ചൊറിച്ചിൽ നമുക്ക് അനുഭവപ്പെടാറുണ്ടല്ലേ. കാരണം എന്താണ്, നമ്മൾ കഴിഞ്ഞ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിരുന്നു, അല്ലെങ്കിൽ ഈ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ പഠിച്ചിരുന്നു ആൻഡ് ബൈറ്റ്. ആൻറ്റിൻ്റെ സ്റ്റിങ്ങിൽ എന്താണുള്ളത്, ഫോമിക് ആസിഡ് ഉണ്ട്. ആ ആസിഡ് കൊണ്ടിട്ടാണ് നമുക്ക് വളരെയധികം എന്തനുഭവപ്പെടുന്നത്, ചൊറിച്ചിൽ അനുഭവപ്പെടുന്നത്. അതൊരു ആസിഡാണ്. ഹെൻസ് വി യൂസ് എ ബേസിക് സബ്സ്റ്റൻസ് ടു ന്യൂട്രലൈസ് ദ എഫക്റ്റ്. അപ്പോൾ ഈ ചൊറിച്ചിൽ മാറ്റാൻ വേണ്ടി അല്ലെങ്കിൽ ഈ ഇറിറ്റേഷൻ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ഉപയോഗിക്കും, ബേസിക് സബ്സ്റ്റൻസ് ഉപയോഗിക്കും. കാരണം എന്താണ്, ന്യൂട്രലൈസേഷൻ ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ബേക്കിംഗ് സോഡ ഓർ ഹൈഡ്രജൻ കാർബണേറ്റ്, calamine solution or zinc carbonate are generally used to treat and bites. ഉറുമ്പ് കടി മൂലം ഉണ്ടാകുന്ന ഇറിറ്റേഷൻ, ചൊറിച്ചിൽ മാറ്റാനായി നമ്മൾ ഉപയോഗിക്കുന്ന ബേസിക് സബ്സ്റ്റൻസസ് ആണ് ബേക്കിംഗ് സോഡ ഓർ ഹൈഡ്രജൻ കാർബണേറ്റ്, കലാമിൻ സൊല്യൂഷൻ ഓർ സിങ്ക് കാർബണേറ്റ്. ഇതാണ് സാധാരണയായി നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി മൂന്നാമത്തെ കണ്ടീഷൻ, സോയിൽ ട്രീറ്റ്മെൻറ്റ്. ന്യൂട്രലൈസേഷൻ ഹെൽപ്ഫുൾ ആകുന്ന മൂന്നാമത്തേതാണ് സോയിൽ ട്രീറ്റ്മെൻറ്റ്.
Plants need a soil which is neutral in nature, but using chemical fertilizers on soil can turn it into acidic. നമ്മുടെ ചെടികൾക്ക് നല്ല രീതിയിൽ വളരാൻ ആവശ്യമായത് ന്യൂട്രൽ നേച്ചറിലുള്ള മണ്ണാണ്. എന്നാൽ നമ്മൾ ഈ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ധാരാളമായി ഉപയോഗിക്കുന്നത് മൂലം നമ്മുടെ മണ്ണിന്റെ സ്വഭാവം എന്തായി മാറാനുള്ള സാധ്യതയുണ്ട്? അസിഡിക് ആയി മാറാനുള്ള സാധ്യതയുണ്ട്. To treat acidic soil we use quicklime or slaked lime. ഈ അസിഡിക് സോയിലിനെ ട്രീറ്റ് ചെയ്യാനായി നമ്മൾ ബേസിക് നേച്ചറുള്ള ക്വിക്ക് ലൈം, അതിൻ്റെ കെമിക്കൽ നെയിമാണ് കാൽസ്യം ഓക്സൈഡ്, അല്ലെങ്കിൽ സ്ലേക്കഡ് ലൈം, എന്താണ് കാൽസ്യം ഹൈഡ്രോക്സൈഡ് യൂസ് ചെയ്യുന്നു. അങ്ങനെ അത് ന്യൂട്രലൈസ് ചെയ്യപ്പെടുന്നു. ബേസിക് സോയിൽ ക്യാൻ ബി ട്രീറ്റഡ് ബൈ ഓർഗാനിക് സബ്സ്റ്റൻസസ് ടു ഇറ്റ് ആസ് ദേ റിലീസ് ആസിഡ്സ് വൈൽ ഡീകമ്പോസിങ് ഇൻ ടു ദ സോയിൽ. നേരെ തിരിച്ച് സോയിലിന് ബേസിക് നേച്ചർ ആണെങ്കിൽ നമ്മൾ എന്താ ആഡ് ചെയ്ത് കൊടുക്കണം? ആസിഡ് ആഡ് ചെയ്ത് കൊടുക്കണം അല്ലേ? അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്താണ് മണ്ണിലേക്ക് ആഡ് ചെയ്യുന്നത്? ഓർഗാനിക് സബ്സ്റ്റൻസസ് ആണ്. ഈ ഓർഗാനിക് സബ്സ്റ്റൻസസ് ഡീകമ്പോസ് ചെയ്യുമ്പോൾ ആസിഡ്സ് സോയിലിലേക്ക് റിലീസ് ചെയ്യപ്പെടുന്നു. അങ്ങനെ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ നടക്കുന്നു. അപ്പോൾ ബേസിക് നേച്ചർ ആണ് സോയിലിനെങ്കിൽ ആസിഡ് ആഡ് ചെയ്ത് കൊടുക്കണം. അസിഡിക് നേച്ചർ വരുന്നത് എപ്പോഴാണ്? കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ആഡ് ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മൾ ബേസിക് നേച്ചറുള്ള ക്വിക്ക് ലൈം കാൽസ്യം ഓക്സൈഡ് അല്ലെങ്കിൽ സ്ലൈക്കഡ് ലൈം കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി നാലാമത്തെയാണ് ഫാക്ടറി വേസ്റ്റസ്. The factory waste is acidic in nature and cannot be directly dumped anywhere. ഇവിടെ ഫാക്ടറികളിൽ പ്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് ബാക്കിയാകുന്ന വേസ്റ്റ് എന്ന് പറയുന്നത് അസിഡിക് നേച്ചർ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവ ഡയറക്റ്റ്ലി എവിടെയും കൊണ്ട് ഡംപ് ചെയ്യാൻ പാടില്ല. കാരണം പ്രകൃതിക്ക് വളരെയധികം ദോഷം ചെയ്യുന്നതാണ്. Hence bases are added to it before it falls off into a water or stream so that the aquatic life does not get affected. അതുകൊണ്ട് തന്നെ ഇവ എവിടെയെങ്കിലും ഡംപ് ചെയ്യുക. സാധാരണ ഫാക്ടറിയിലെ വേസ്റ്റ് ഡംപ് ചെയ്യുന്നത് പുഴയിലേക്കൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ പുഴയിലേക്ക് ഡംപ് ചെയ്യുന്നതിന് മുമ്പ് ഇവയെ ബേസ് ആയിട്ട് മിക്സ് ചെയ്ത് ന്യൂട്രലൈസ് ചെയ്തിട്ടാണ് ഇവ പുഴയിലേക്ക് ഒഴുക്കി വിടുന്നത്. അതുകൊണ്ട് തന്നെ പുഴയിലുള്ള ജീവജാലങ്ങൾക്ക് നാശം സംഭവിക്കാതെ ഇരിക്കും. വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചാപ്റ്ററാണ്. ഞാൻ പറഞ്ഞതൊക്കെ വ്യക്തമായി എന്ന് വിചാരിക്കുന്നുണ്ട്. നമുക്ക് സമ്മറി ഒന്ന് പറയാം. ആദ്യം എന്താണ് ആസിഡ്സ് എന്ന് പഠിച്ചു. സോർ ടേസ്റ്റ് ഉള്ള കെമിക്കൽ സബ്സ്റ്റൻസ് ആണ് ആസിഡ്. എക്സാമ്പിൾ പഠിച്ചു. ദെൻ ബേസസ് അല്ലെങ്കിൽ ആൽക്കലി എന്ന് പറയുന്നു. ബിറ്റർ ടേസ്റ്റും സോപ്പി ടെക്സ്ചറും ഉള്ള മെറ്റീരിയൽ സബ്സ്റ്റൻസസ് ആണ് ബേസിക് സബ്സ്റ്റൻസസ് എന്ന് പറഞ്ഞു. ദെൻ ആസിഡിൻ്റെയും ബേസിൻ്റെയും സ്വഭാവം ഇല്ലാത്ത സബ്സ്റ്റൻസസ് ആണ് ന്യൂട്രൽ സബ്സ്റ്റൻസസ്. നമ്മൾ വാട്ടർ എക്സാമ്പിൾ പറഞ്ഞു. പിന്നീട് നമ്മൾ പഠിച്ചതാണ് ഇൻഡിക്കേറ്റേഴ്സ്. ഈ ഇൻഡിക്കേറ്റേഴ്സിൽ പറഞ്ഞത് നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ചാണ്. ലിറ്റ്മസ്, ടർമറിക്, ചൈന റോസ് ഇവ നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സിന് എക്സാമ്പിൾ ആണെന്ന് പറഞ്ഞു. പിന്നെ പഠിച്ചത് ആസിഡ് റെയിൻ. ആസിഡ് റെയിൻ അറ്റ്മോസ്ഫിയറിലെ റെയിൻ വാട്ടറുമായിട്ട് ആസിഡ് മിക്സ് ചെയ്ത് അല്ലെങ്കിൽ സൾഫർ ഡയോക്സൈഡ്, കാർബൺ ഡയോക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ് തുടങ്ങിയ എയർ പൊല്യൂട്ടൻസ് മിക്സ് ആയിട്ടാണ് ആസിഡ് റെയിൻ ഉണ്ടാകുന്നത്. ദെൻ എന്താണ് pH സ്കെയിൽ? 1 തൊട്ട് 14 വരെ വാല്യൂ ഉള്ള ഒരു സ്കെയിലാണ് pH സ്കെയിൽ. pH വാല്യൂവിനെ ബേസ് ചെയ്തിട്ടാണ് ഒരു സബ്സ്റ്റൻസ് ആസിഡ് ആണോ ബേസ് ആണോ ന്യൂട്രൽ ആണോ എന്ന് നമ്മൾ പറയുന്നത് എന്ന് പഠിച്ചു. അതിൻ്റെ വാല്യൂസും പഠിച്ചു. ദെൻ വാട്ട് ഈസ് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്ന് പഠിച്ചു അല്ലെ? ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസിഡും ബേസും തമ്മിൽ റിയാക്ഷൻ നടക്കുന്നതാണ്. ദെൻ എന്തൊക്കെ ഉണ്ടാകുന്നു? സോൾട്ട് ഉണ്ടാകുന്നു, അതിൻ്റെ കൂടെ വാട്ടറും ഉണ്ടാകുന്നു. അതിൻ്റെ എക്സാമ്പിൾ ഒരെണ്ണം നമ്മൾ പഠിച്ചു. ദെൻ ഈ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എവരിഡേ ലൈഫിൽ എങ്ങനെയെല്ലാം യൂസ്ഫുൾ ആകുന്നു 4 എക്സാമ്പിൾസ് വെച്ച് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ പറഞ്ഞതെല്ലാം വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ട്സ് വേണമെങ്കിൽ ഇത് സ്ക്രീൻഷോട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു നോട്ടായിട്ട് യൂസ് ചെയ്യാം. ഇത് മാത്രം പഠിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് നൽകുക. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും താങ്ക് യു.